ആളിറങ്ങണ്ട് വരൂ അങ്ങോട്ട് ഇറങ്ങും മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായോ. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? 14 രൂപ 45 പൈസ. അത് തന്നാണല്ലോ. എന്റെ പൊന്നു ചേട്ട ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലാന്നേ. ബാക്കി തരല്ല. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ബാക്കി കാശ് കൊടുക്കും. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമല്ലോ. കാശ് കറക്റ്റ് ആണെന്ന് കറക്റ്റ് തന്നെ. ഓക്കെ. എന്തോന്നാണ് ഇത്? ടിക്കറ്റ് വാങ്ങുമ്പോൾ തന്നെ ബാലൻസോടെ ചോദിച്ചു വാങ്ങിച്ചൂടെ നിനക്ക്? എവിടെ ബാലൻസ്? അയാള് ബാലൻസും തരാനില്ല. ഞാനൊരിക്കലും നമ്പറാ. നമ്പർ വണ്ടി പോയാ വൈകിട്ട് വന്ന് ഞണ്ണനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഈ ഒരു കാര്യം ഞാനോടൊന്ന് ചോദിച്ചു നോക്കും. അമ്മച്ചി, ഈ നോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചി. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മേടെ നായരുടെ കോളേജിലുള്ള അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. ജെയ്സൺ ആൻഡ് നോൺസെൻസ്. ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ. ഈ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ MD ഒന്ന് കാണാം. അതെ, MD ചിലപ്പോൾ തിരക്കിലാണ്, വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷോ? ഇത് സാർ 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങളോടല്ലേ പറഞ്ഞ മിസ്റ്റർ, അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അതെ, ഡെപ്പോസിറ്റിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. എന്താ അല്ലേ സാർ, ഇവിടെ പറയാറേ. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല. ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു. സ്നേഹമുള്ളവരെന്നെ അപ്പേട്ടേൻ വിളിച്ചോട്ടെ. സ്നേഹമുള്ളവരല്ലേ? മാഡം, ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി. നീ ഈ ജോലി കിട്ടാവാക്കോ? അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? MD-മാരെ അടുത്ത കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അനന്തൻ, ഇവൻ അപ്പുക്കുട്ടൻ. മോർണിംഗ്. ഓ, അത് ഞങ്ങളിവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തൻ അപ്പുക്കുട്ടനല്ലേ? അതെ. അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇരിക്കൂ. എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? അതെ സാർ, അത് നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഈശ്വര, ഞങ്ങളുടെ മണ്ണിൽ കഞ്ഞി. നല്ല സെറ്റപ്പല്ലേ? സോറി, നൈൻബോർഡ് നല്ല ചെറുതായിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലിയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിനൊരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. എന്താ പറഞ്ഞ? എന്താ നെയിം ബോർഡ് നന്നായിന്ന് പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ. ഇവിടെ തന്നെ കാണണേ. അത് എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങോട്ട് 10 പൈസയും കൊണ്ട് നടക്കുന്നു.
ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചുകൂടെ കാര്യം പോലെ? ഹായ് സുന്ദരി. ഹലോ. How are you? Fine, thank you. ഇതാര് സുന്ദരിയാ? അതെ, എനിക്ക് ജോലി കിട്ടി. കൺഗ്രാചുലേഷൻ. താങ്ക് യു. പിന്നെ ഇത്രയും നാൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നാ. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അവിവാഹിതരല്ലേ, അവിടെ പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് അത് പ്രോബ്ലം ഇല്ലേ? പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് contact ചെയ്യാം. പിന്നെന്താ, ഓക്കേ, പിന്നെ ഓക്കേ. വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1 ലക്ഷം രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്. ചണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരിത്തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാനൊരിടവില്ലേ? ഇനിയിപ്പോ എന്താ ഒരു പോകുമ്പോഴൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അവന്മാരുടെ സങ്കേതത്തെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തം പിള്ളയെ പോയി കാണാം. അത് ശരി. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? പുരുഷോത്തമൻ പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും? കറക്റ്റ്. ഓക്കെ, എന്നാ ഇന്ന് എന്നെ കണ്ടല്ലോ. ഓക്കെ. ഓഹോ, ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറെ തിരക്കി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടായിരുന്നു. സോറി കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെ. ഒന്നും ചെയ്തേക്കല്ലേ സാറേ. ക്യാഷ് എവിടെ ഇരിപ്പുണ്ട്? ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് സാറന്മാരെ. നിങ്ങൾ അവിടെ നിന്നാ മതി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പ്രശ്നമില്ലെന്നോ? അതെ, ഇതാണ് ജോൺസൺ ആൻഡ് ജെയ്സന്റെ MD-കൾ. MD അല്ല, തെണ്ടികൾ. അതെ. എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. കാശ് ഉൾപ്പെടെ 1.25 ലക്ഷം. പെട്ടെന്ന് തുറന്നെടുക്കണം, സമയമില്ല. എന്റെ കൂടെ എല്ലാരും വന്നോളൂ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കണം, ബോധം. എടാ, അവിടെ ഭൂമിക്കും 2000 രൂപ വിലയുള്ളൂ. നീ പോയി നോക്കിയോ? ഞാൻ പോയി നോക്കിയില്ല. ആ വിലയ്ക്കൊന്നും അവിടെ വസ്തു കിട്ടില്ല. അത് ശരി, അത് നിനക്ക് എങ്ങനെ അറിയാം? ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങള് കുറച്ച് ബിസി ആയിരുന്നു. ബിസി ആയതുകൊണ്ടല്ല, കുറച്ചു ദിവസം പട്ടിണി കിടന്നല്ലേ. വയറിറച്ച ആഹാരം കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങി. 1 ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ. എന്ത് ചെയ്യാനാണ് പരിപാടി? നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയൊരു പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഷ്ട്രീയമായിരിക്കും. അല്ല, റിയൽ എസ്റ്റേറ്റ്. റിയലി എസ്റ്റേറ്റ്. ശ്രദ്ധാപൂർവം കളിക്കണം. പ്രൊഫസർ ഇട്ടുണ്ണി അറിയാവോ? കേവലം മാസ ശമ്പളം കൊണ്ട് തുടങ്ങിയ ഏർപ്പാടായത്. ഇന്ന് ഈ നഗരത്തെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട്. അതുകള നഗരത്തിലെ അറിയപ്പെടുന്ന ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ലക്ഷ്മി നാരായണൻ. ശിശുക്കളെ നോക്കലല്ല പുള്ളിക്കാരന്റെ പണി. വീട് നിറച്ച ബ്രോക്കർമാരും ഇടപാടുകാരും കേറി ഇറങ്ങുക. എന്തിനധികം പറയുന്നു? റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങാത്ത നേതാക്കന്മാരുണ്ടോ? MLA-മാരുണ്ടോ? MP-മാരുണ്ടോ? മന്ത്രിമാരുണ്ടോ? ശശികലയെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ആരായി ശശികല? അറിയാത്തവരും ഉണ്ട്. ആഗോള പ്രതിഭാസമല്ലേ. കോടിക്കണക്കിന് രൂപയ്ക്കല്ലേ കാപ്പിയും തേയിലയും പഞ്ചസാരയും വാങ്ങി കൂട്ടിയിരിക്കുന്നത്. പുറത്തു പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ പഴയകാല നേതാവ് മാറമ്പിൽ ഗോപാലകൃഷ്ണനെ അറിയില്ലേ? ഇല്ല, അറിയില്ല. അദ്ദേഹം നിയമസഭയിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആശാന്റെ മുഖ്യ ഏർപ്പാട് ഇതായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ വിജിലൻസിലാ. റിയൽ എസ്റ്റേറ്റ് ബോർഡ് വെച്ചല്ലേ തൊഴിലാത്ത ചെറുപ്പക്കാർ ഇപ്പോൾ വലിയ വീട്ടിൽ കയറി കല്യാണം കഴിക്കുന്നത്? ക്ലാസുകൾ ബഹിഷ്കരിച്ചല്ലേ കോളേജ് പിള്ളേർ ഇപ്പോൾ വസ്തു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ഇത് നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. നിങ്ങൾക്കറിയാമോ, കേവലം 1 വർഷം മുമ്പ് എനിക്ക് ചായ വാങ്ങി തരാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. ഇന്നവൻ കോടികളുടെ അധിപതിയാണ്. അതാണ് വിൽസൺ പാറേക്കാരൻ.
എത്ര നേരമായിടോ ഇതിനകത്ത് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കും. നീ പോയി പണി നോക്കണേ. ഒരു കുപ്പി റമ്മും ഒരു ചിക്കനും വാങ്ങിച്ചു തന്നിട്ട് സീക്കയെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന് നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. അത് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ വാടാ. ഈ ചിക്കനും റമ്മും എന്റെ ഒരു ദൗർബല്യമായി പോയല്ലോ എന്റെ ഈശ്വര. ആരാ? ഞാൻ സി.കെ. അമ്മാവന്റെ വീടും പുരയിടവും വാങ്ങാൻ വന്നയാളാ. ഇന്ന് രാവിലെ കച്ചവടം ഉറപ്പിച്ച് ടോക്കണും വാങ്ങിയല്ലോ. അത് സാരല്ല, ടോക്കനല്ലേ വാങ്ങിയിട്ടുള്ളൂ, കരാറൊന്നും ആയില്ലല്ലോ. എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ, കച്ചവടം കഴിഞ്ഞു. അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. 50,000 കൂടുതൽ തരാം, ഞങ്ങൾക്ക് എഴുതണം. വേണ്ട, എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ. അതെന്താ 50,000 കൂടുതൽ കിട്ടിയ കയ്ക്കോ? ആ കാശും കരാറ് പേപ്പർ എന്താ? ക്യാഷ് എടുക്കണോ? ആ വന്നേ. ഈ നാട്ടിൽ സി.കെ. അറിയാതെ ഭൂമി വിൽക്കില്ല, ആരും വാങ്ങില്ല. അതാണ് സി.കെ. പുരുഷോത്തമൻ പിള്ളയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. അപ്പൊ എന്തായാലും റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ? ഇനി മടിക്കണില്ല. ഒന്നിച്ചു നിന്നാൽ നമുക്ക് പലതും നേടാം. അതെ അതെ, അത് നേരാ. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണാവോ? ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന് ശരിയായിട്ടില്ല. ഈ ഹോട്ടലിൽ താമസിച്ച് മടുത്തു. അതിനെന്താ, ഒരു റിയൽ എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകളാ. നമ്മുടെ മറിയാമ്മ ചേട്ടത്തിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ടല്ലോ. അയ്യോ, ആ തള്ളയുടെ വീടോ? അതെ, അവിടെ പണ്ടെങ്ങാണ്ടൊരു സ്ത്രീ തൂങ്ങി. അപ്പൊ അവിടെ ഒരു കുഴപ്പമില്ല, നമുക്ക് ആ വീട് ശരിയാക്കാം. എന്തേ? പിന്നെന്താ ഇവിടെ പ്രശ്നം? അത് മതി. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരുമാതിരി ഭാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്താ നീ ഇവിടെ ഇരുന്ന് നോവൽ എഴുതാൻ പോവാ? ചിലപ്പോൾ എഴുതിയൊന്നും വരും. ഇത് മതി. നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അതെ, കറക്റ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ മറിയാമ്മ ചേർത്തി പോയൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പോലെന്നറിയാം. മതിയാക്ക്. വണ്ടി നിർത്ത്. പപ്പ, നീ എന്താ ഇവിടെ നിക്കണേ? ഞാനിവരെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മച്ചേടത്തിന് വീട് കൊടുക്കണില്ല എന്നുള്ളോ പറഞ്ഞത്? ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ. 4 കാശ് ഉണ്ടാക്കണമെങ്കിൽ സീക്കാരെ ഇവിടെ കുടിക്കോ? ആലോചിക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെയാ നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ. ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മച്ചേടത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമ്മച്ചേടത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, അലുവ. മേഘത്തിന് നല്ലതല്ലേ? തിന്നാ വേം പൊക്കോളും തള്ള. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്നത് പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരണില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേച്ചകേ. മറിയാമ്മച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ?
നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടായിട്ട് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? ഇറങ്ങടെ വെളിയിൽ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ അമ്മായിമ്മ എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്കും. ചേട്ടാ ഓ എടുത്ത് കഴിക്കും. കഴിച്ചോ. ഓ എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടനിക്ക് എന്താ ഇത്ര വില കൊടുത്തോ?